കുടുംബമെന്നാൽ ദമ്പതികൾ മാത്രമല്ല, മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ചേർന്നതാണ് കുടുംബം. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടം അന്ധകാരത്തിൻ്റെ കാലഘട്ടമാണ്, ഇരുട്ടിൻ്റെ കാലഘട്ടമാണ്. മാതാപിതാക്കളെ തീർത്തും അവഗണിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത്. SRM ഗ്ലോബൽ വിഷൻ ഒരുക്കുന്നു കുടുംബം അനുഗ്രഹമാകാൻ. കുടുംബജീവിതം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. SRM ഗ്ലോബൽ വിഷൻ ഒരുക്കുന്ന കുടുംബം അനുഗ്രഹമാകട്ടെ എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ എന്ന് പറഞ്ഞ ദൈവനാഥിൻ്റെ വലിയൊരു അഭിഷേകം നമ്മളിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും, ഈ ശുശ്രൂഷയിൽ കാണുന്ന ഓരോ മക്കളിലേക്കും നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനം 127 പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് വീട് പണിയേണ്ടത്. കർത്താവിൻ്റെ സാന്നിധ്യം ഒരു ഭവനത്തില്ലെങ്കിൽ ആ ഭവനം പരാജയമാണ്. കർത്താവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ആ ഭവനം ഒരു പരാജയത്തിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. കുടുംബമെന്നാൽ ദമ്പതികൾ മാത്രമല്ല, മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ചേർന്നതാണ് കുടുംബം. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടം അന്ധകാരത്തിൻ്റെ കാലഘട്ടമാണ്, ഇരുട്ടിൻ്റെ കാലഘട്ടമാണ്. മാതാപിതാക്കളെ തീർത്തും അവഗണിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത്. കണ്ണുനീരോടെ മാതാപിതാക്കൾ ഇരിക്കുന്നതായിട്ട്, വഴിസൈഡിലിരിക്കുന്നതായിട്ട്, വീടുകളിലിരിക്കുന്നതായിട്ട് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പുറത്ത് ഇറക്കി വിടുന്ന ഒരു അവസ്ഥ, ഒരു ഭയാനകമായ അവസ്ഥയിലൂടെയാണ് ഈ ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളിലൂടെയാണ് മക്കളിലേക്ക് അനുഗ്രഹം പ്രവഹിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ ഉറവ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ, ഈ മാതാപിതാക്കളെ കരുതിയില്ലെങ്കിൽ അനുഗ്രഹം എങ്ങനെ ഉണ്ടാകും? അനുഗ്രഹത്തിൻ്റെ ഉറവ തടഞ്ഞു വെക്കുക, അനുഗ്രഹത്തിൻ്റെ ഉറവ വറ്റിപ്പോവുക, ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വറ്റിപ്പോവാതെ, തടയാതെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ഓരോ മക്കളുടേതുമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന ഉൽപ്പത്തിയിലും നിയമാവർത്തനത്തിലും പുറപ്പാടിലും ബൈബിളിൻ്റെ മിക്ക പുസ്തകത്തിലും എഴുതി വച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്, കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ സബ്ജക്റ്റ് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എങ്ങനെ കുടുംബത്തിന് അനുഗ്രഹമായി മാറും എന്നുള്ളതാണ്. ആദ്യത്തെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ സൃഷ്ടാവായ ദൈവം എല്ലാ സൃഷ്ടികൾക്കും മുമ്പായി കുടുംബത്തെ സൃഷ്ടിച്ചു. ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ കുടുംബമാണ്. ആദത്തെ സൃഷ്ടിക്കുന്നത് സ്വന്തം ഛായയിൽ കർത്താവ് സൃഷ്ടിക്കുന്നു. എല്ലാ സൃഷ്ടികൾക്കും അവകാശിയായി സ്വന്തം ഛായയിൽ മനുഷ്യനെ ആദത്തെ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നു. മനുഷ്യന് ഏറ്റവും പറ്റിയ തുണയായി ഹവ്വയെ കർത്താവ് നൽകുന്നു. അത് ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് എടുത്താണ് നൽകുന്നത്. അതേപ്പറ്റി ഉൽപ്പത്തി 2:22-24 എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനിൽ നിന്ന് എടുത്ത ഒരു വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവന് പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരലിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ സ്ത്രീയെക്കുറിച്ച് 45-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മകളെ കേൾക്കുക, ചെവി ചാച്ചു ശ്രദ്ധിക്കുക, നീ നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. പുരുഷനോട് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് സ്ത്രീയോടും പറയുന്നു, പിതൃഭവനത്തെ മറക്കുക, മാതാപിതാക്കളെ മറക്കുക. ഹല്ലേലൂയ. സ്ത്രീയെ നിർമ്മിച്ചത് പുരുഷൻ്റെ വാരിയലിൽ നിന്ന് ഒരെണ്ണമെടുത്താണ്. വാരിയല് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ ഭർത്താവ് ഭാര്യയോട് ചേർന്നിരിക്കണം, വണ്ണസ് ഒന്നാകൽ. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ചേരുക, ചേർന്നിരിക്കുക.
മറ്റെല്ലാം മറന്നുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിച്ചു തുടങ്ങുന്ന പുതിയ ജീവിതം, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പിതൃഭവനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്നേഹവും കാരുണ്യവും കരുതലും എല്ലാം മറക്കണം. ഇതെല്ലാം ഓർത്തിരുന്നാൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാവണം കർത്താവ് ഇങ്ങനൊരു കൽപ്പന പുറപ്പെടുവിച്ചത്. ഈ 2 വാക്യങ്ങളും ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. എന്നാൽ ഇത് വായിക്കുമ്പോൾ തന്നെ 4-ാം പ്രമാണത്തിൻ്റെ ലംഘനം ആവരുത്. പിതൃഭവനത്തെയും ഭൂതകാലത്തെയും മറക്കാൻ പറയുമ്പോൾ തന്നെ ആ അനുഭവ സമ്പത്ത്, ആ അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ കുടുംബം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം ദമ്പതികൾ ആരംഭിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ 2 പേരുടെയും മാതാപിതാക്കളെ ഒരുപോലെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. എന്നാൽ മാത്രമേ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ. ഹല്ലേലൂയ. ഒരു കാര്യം മറക്കാതിരിക്കുക, ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാവല്ല്. ഭാര്യ ഭർത്തൃ ബന്ധത്തെ തകർക്കുന്ന വിധത്തിൽ 2 പേരുടെയും കുടുംബാംഗങ്ങൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. കുടുംബജീവിതം അനുഗ്രഹപ്രദമാകുവാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തിരുവചനത്തിൽ ലഭ്യമാണ്. ദൈവത്തെ അറിയുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം എപ്പോഴും അനുഗ്രഹത്തിലേക്ക് നീങ്ങും. അവിടെ തകർച്ചകൾ ഉണ്ടാകത്തില്ല, അവിടെ പരാജയങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് തിരുവചന പ്രകാരം ജീവിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന കുറച്ച് ഉദാഹരണം നമുക്ക് തിരുവചനത്തിൽ നിന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, മോശ തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട്, ജ്ഞാനം ഉള്ള ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വിജയം വരിക്കുന്നു. ഇസ്രായേൽ മക്കളെ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ജത്രോ പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം സത്യദൈവത്തെ മോശ ജത്രോയ്ക്ക് പരിചയപ്പെടുത്തുകയും ആ സത്യദൈവത്തെ മോശ കാണിച്ചു കൊടുത്ത ആ സത്യദൈവത്തെ ജത്രോ ആരാധിക്കുന്നതായും ബലികൾ കഴിപ്പിക്കുന്നതായും നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഫറവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിപ്പനോട് വിവരിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞു, ഈജിപ്തുകാരിൽ നിന്നും ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. മോശയുടെ അമ്മായിപ്പനായ ജത്രോ ദൈവത്തിന് ദഹനബലികളും മറ്റു ബലികളും അർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം നമുക്ക് റൂത്തിൻ്റെ പുസ്തകത്തിൽ കാണാം. റൂത്ത് യഹൂദ വംശ അല്ലാത്ത മോവാബി സ്ത്രീയായിരുന്നു. ഇസ്രായേലിനായിരുന്നു തൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിൻ്റെയും അമ്മായിമ്മയുടെയും ദൈവത്തെ വിശ്വസ്തയോടെ അവൾ ആരാധിക്കുകയും വിധവയായ അമ്മായിയമ്മ നവോമിയോടൊത്ത് ജെറുസലേമിലേക്ക് വരികയും ചെയ്തു. അതുവഴി ദൈവം റൂത്തിനെ അത്യധികമായിട്ട് അനുഗ്രഹിക്കുന്നു. ഇസ്രായേലിനായിരുന്ന ബോവാസിനെ കല്യാണം കഴിക്കുകയും അതുവഴി ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും അവളുടെ പേര് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എനിക്ക് സാധിക്കില്ല. അമ്മ പോകുന്നിടത്ത് ഞാനും പോകും, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരായിരിക്കും, അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കുടുംബങ്ങളിൽ ചിലർ സത്യദൈവത്തെ അറിയാത്തവരുണ്ടാവും. അവരെ സത്യദൈവത്തിലേക്ക്, സത്യമാർഗത്തിലേക്ക് നയിക്കേണ്ട ചുമതല ഓരോ ജീവിത പങ്കാളിയുടെയും കടമയാണ്. തോബിതിൻ്റെ പുസ്തകത്തിൽ തോബിത് തൻ്റെ മകളായ സാറയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം. തോബിതിൻ്റെ പുസ്തകം 11 എഴുതി വച്ചിരിക്കുന്നു. തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുമ്പിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. അവൻ തൻ്റെ മരുമകള് സാറയുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ സ്വാഗതം, നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. ഹല്ലേലൂയ. ദൈവഭക്തരായ മാതാപിതാക്കളുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ തന്നെയാണ്. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ദൈവത്തിൻ്റേത്, കർത്താവിൻ്റേത് പോലെ തന്നെ തലമുറകളോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് തൻ്റെ പുത്രന്മാർ അശുദ്ധരായി എന്ന് കരുതി അവർക്ക് ശുദ്ധികർമ്മം നടത്തുകയും ദഹനബലി അർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ 133-ാം സങ്കീർത്തനത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. സഹോദരങ്ങൾ ഒന്നിച്ചു വസിക്കുന്നത്, ചേർന്ന് വസിക്കുന്നത്, ഒരുമയോടെ വസിക്കുന്നത്, അവിടെ കർത്താവിൻ്റെ കൃപ, കാരുണ്യം ഒഴുകും. അവിടെയാണ് കർത്താവിൻ്റെ കൃപ ഒഴുകുന്നത് എന്ന് സങ്കീർത്തനം 133-ാം സങ്കീർത്തനം എഴുതി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ,
അല്ല, അതുപോലെ തന്നെ കുടുംബങ്ങളിലുള്ള ഗ്രാൻഡ് പേരൻസിൻ്റെ അനുഗ്രഹം, ഗ്രാൻഡ് പേരൻസ് നൽകുന്ന അനുഗ്രഹത്തെപ്പറ്റി ബൈബിളിൽ ഇങ്ങനെ പറയുന്നു. ജോസഫിൻ്റെ മക്കളായ എഫ്രൈമിനെയും മനാസയും യാക്കോബ് അനുഗ്രഹിക്കുന്നു. ഗ്രാൻഡ് പേരൻസിൻ്റെ ജീവിത അനുഗ്രഹങ്ങളും കൊച്ചുമക്കൾക്ക് വലിയ ഒരു സമ്പത്താണ്, ഒരു മുതൽക്കൂട്ടാണ്. ഹല്ലേലൂയ. ജീവിത പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അവരുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും ഒക്കെ സ്വന്തമായി കരുതി സ്നേഹിച്ചു തുടങ്ങാൻ കഴിയണം. ഹല്ലേലൂയ. ഓരോ കുടുംബത്തിലെയും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ നമുക്ക് സഹായിക്കാനാവണം. തെറ്റുകൾ വന്നാലും ക്ഷമിക്കാൻ മറക്കരുത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ക്ഷമയുടെ വലിയൊരു ഉദാഹരണമായി പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്ക് ബൈബിളിൽ കാണിച്ചു തരുന്നു. കൊല്ലാൻ പോലും ശ്രമിച്ച സഹോദരങ്ങളെ തനിക്ക് സഹായിക്കാനാവുന്ന നല്ല നിലയിൽ എത്തിയപ്പോൾ, ഈജിപ്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി മാറിയപ്പോൾ തൻ്റെ പക്കൽ വരുന്ന തൻ്റെ സഹോദരങ്ങളെ നിരുപാധികം ക്ഷമിക്കുകയും അവർക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 27-29 വചനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ വാക്ക് ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ ദോഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവേൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവേൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട്ട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. പറ്റുന്ന വിധത്തിലെല്ലാം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹായിക്കണം. മാതാപിതാക്കൾ മനുഷ്യരായതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരത്തിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മളെ വിഷമിപ്പിച്ചു എന്ന് ഇരിക്കാം. എന്നിരുന്നാലും ഏത് സാഹചര്യമായിരുന്നാലും നമ്മളോട് ക്ഷമിക്കുവാനും മറക്കുവാനും പ്രാർത്ഥനയിലൂടെ ആയിരിക്കുവാനും പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെയും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെയും നമ്മളോട് ആവശ്യപ്പെടുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കണം. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ ചെയ്യാതെ അത് കർത്താവിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. മാതാപിതാക്കളാണേലും ബന്ധുമിത്രാദികളാണേലും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുമ്പോൾ അനുഗ്രഹം, കർത്താവിൻ്റെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ആ കുടുംബത്തിലുണ്ടായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തെപ്പറ്റി എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പന ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സഹോദരങ്ങളെയും സ്നേഹിക്കേണ്ട ചുമതല, കടമ എല്ലാ ദമ്പതിമാർക്കും ഉണ്ട്. എല്ലാ വ്യക്തികളും ഓരോ വ്യക്തികളും കടപ്പെട്ടവരാണ്. പ്രത്യേകം ഓർക്കുക. കുടുംബത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തെപ്പറ്റി പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് ബഹുമാനിക്കണമെന്ന് കർത്താവിൻ്റെ ആഗ്രഹമാണ്. കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ സാധിക്കുമ്പോൾ അനേക പാപങ്ങൾ പൊറുക്കുമെന്ന് എഴുതി വച്ചിരിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ നിരവധിയായ പാപങ്ങൾ പൊറുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവൻ, അവൻ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നു, ഭൂമിയിൽ കരുതി വയ്ക്കുന്ന നിക്ഷേപമല്ല ഇത്. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മുടെ മക്കളും നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. എത്ര പിടിച്ചു പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കാത്ത ചില പ്രാർത്ഥനകൾ. കാരണം ഇതായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കാത്തതോ ബഹുമാനിക്കാത്തതോ ആയിരിക്കാം. അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഹല്ലേലൂയ. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ദീർഘകാലം ജീവിക്കണമെങ്കിൽ പിതാവിനെ ബഹുമാനിക്കണം. ദീർഘായുസ് ലഭിക്കുവാന്, ദീർഘനാൾ ജീവിച്ചിരിക്കുവാന് പിതാവിനെ ബഹുമാനിക്കണം എന്നെഴുതിയിരിക്കുന്നു. പിതാവിനെ വാക്കിലും പ്രവർത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്തുള്ളതാക്കുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ, മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ
നമ്മുടെ കുടുംബം സ്ട്രോങ് ആയിട്ട് മാറുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും തടഞ്ഞു നിൽക്കുവാൻ, എതിർത്ത് നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ അവിടെ ഒഴുകിയെത്തുന്നു. ഹല്ലേലൂയ. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാവരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുന്നില്ല. പാവങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാവങ്ങൾ മാഞ്ഞു പോകും. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം അവിടെ ഒഴുകുന്നതായിട്ടാണ് വീണ്ടും കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 15 വർഷം മുമ്പ് ഒരു കുടുംബത്തിൽ ഞാൻ ചെല്ലുകയുണ്ടായി. ഞാൻ ചെന്ന് കയറിയപ്പോൾ അവിടുത്തെ ചേട്ടത്തി, അവിടുത്തെ അമ്മ കയ്യിൽ എന്തോ എടുത്തോ ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് തോന്നി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നത് കണ്ടു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വരുന്നു. കയ്യിൽ ഒരു നഗ്നനായ ഒരു മനുഷ്യൻ. പിന്നെയാണ് എനിക്ക് അത് മനസ്സിലായത്, അത് അവരുടെ അമ്മായിപ്പനാണ്. വയസ്സ് ചെന്ന അമ്മായിപ്പനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുന്നതാണ്. 100 വയസ്സോളം ഈ അമ്മയ്ക്ക് ഈ അമ്മായിപ്പനെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും കഴിഞ്ഞു. എനിക്കിപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. സ്വന്തം അപ്പനെ സ്വന്തം അമ്മയെയും ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അടുത്ത് വരാതെ മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അമ്മായിപ്പനെ ഇത്രമാത്രം പരിചരിക്കുന്ന ഒരു സഹോദരി, ഇങ്ങനെയുള്ള പുണ്യജീവിതങ്ങളും നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട്. അത് തിരിച്ചറിയുക. ഇവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. മാതാപിതാക്കളെ ബഹുമാനിക്കാതെയും കൽപ്പനകൾ പാലിക്കാതെയും ഇരിക്കുമ്പോഴുള്ള ശാപങ്ങളെ പറ്റിയും ബൈബിളിൽ പല സ്ഥലങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 19:26 പറയുന്നു, പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകന് അപമാനവും അതിശയവും വരുത്തി വയ്ക്കുന്നു. അതുപോലെ സുഭാഷിതങ്ങൾ 20:20 പറയുന്നു, അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഹല്ലേലൂയ. കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഒത്തിരി മക്കൾ സ്വന്തം മാതാപിതാക്കളെ സഹായിച്ചു മടുത്തു, പൈസ അയച്ചു മടുത്തു. ഞങ്ങൾക്കും ജീവിക്കേണ്ടേ, 4 കുട്ടികൾ, 3 കുട്ടികൾ, 2 കുട്ടികൾ ഒക്കെ ഉണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എല്ലാ മാസവും അവർക്ക് പൈസ മാത്രം മതി, ഞങ്ങളെ വേണ്ട. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായിട്ട് ധാരാളം മക്കൾ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അവരോട് ഞാൻ പറയും, പൈസ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പൈസ കർത്താവിൻ്റെ അനുഗ്രഹമല്ലേ? കർത്താവല്ലേ പൈസ തരുന്നത്? മാതാപിതാക്കളെ അവരുടെ ആവശ്യങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ചുമതലയാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് മാറും. ചില വ്യക്തികൾ ഇതൊന്നും കേൾക്കാതെ സങ്കടത്തോടെ തിരിച്ചു പോകുന്നതായിട്ട് കാണാം. പ്രഭാഷകൻ വീണ്ടും പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. അനുഗ്രഹങ്ങളാണ് നമ്മൾ തേടേണ്ടത്, അനുഗ്രഹങ്ങളാണ് നമ്മൾ നേടേണ്ടത്. മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ, മാതാപിതാക്കളെ ആദരിക്കുമ്പോൾ അനുഗ്രഹം നമ്മളെ തേടി എത്തും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായിട്ട് മുട്ടുകളെ മടക്കാം. യേശുവിനെയും കൂടെ ശൂന്യമാമി കൽവരണികൾ കാത്തു നിൽക്കുന്നു. സ്നേഹത്തിന്റെ വീര്യം നിറയാൻ നോക്കി നിൽക്കുന്നു. ശൂന്യമാമി കൽവരണികൾ കാത്തു നിൽക്കുന്നു. സ്നേഹത്തിന്റെ വീര്യം നിറയാൻ നോക്കി നിൽക്കുന്നു. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 20:12 നാം വായിക്കുന്നു,
നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നാം ഇന്നൊക്കെ നെട്ടോട്ടം ഓടുകയാണ് ദീർഘകാലം ജീവിക്കുവാനായിട്ട്. ധാരാളം സമ്പാദിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല മരുന്ന് കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു. എത്രത്തോളം എന്റെ ജീവൻ ഒരു ദിവസം കൂടുതൽ നിലനിർത്താവോ അതിനു വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നാം നടത്തുകയാണ്. വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. അത് മാത്രം മതി ജീവിതകാലം മുഴുവനായിട്ട് നീ ദീർഘകാലം ജീവിക്കുവാനായിട്ട്. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഇന്നിന്റെ ഈ മാധ്യമങ്ങളൊക്കെ നാം എടുത്തു നോക്കുമ്പോൾ വളരെ ക്രൂരമായിട്ട് മാതാപിതാക്കളോട് പെരുമാറുന്ന മക്കൾ. അടുത്തിടെയൊക്കെ നാം പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കാണുകയും കേൾക്കുകയും ഉണ്ടായി. പിതാവിനെ കൊല്ലുന്ന മകൻ, മാതാവിനെ അടിച്ചിറക്കുന്ന, വീട്ടിൽ നിന്നും പുറത്താക്കുന്ന മക്കൾ, പരസ്പരം മാതാപിതാക്കളെ നോക്കുവാനായിട്ട് മത്സരിക്കുന്ന മക്കൾ. ഒരു 5 മാസം ഒരു മകനോ ഒരു മകളോ നോക്കുകയാണെങ്കിൽ അടുത്ത 5 മാസം വേറൊരു മകന്റെയോ മകളുടെയോ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, മത്സരിക്കുന്ന മക്കളെയാണ് നാം കാണുന്നത്. ഇനി ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കള് ഒരുപക്ഷെ ഒരു മാസം എന്തെങ്കിലും കാശ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെയും പരാതിയാണ്, ഞാൻ ഇത്ര തന്നില്ലേ, ഇത്ര പോരെ, ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണക്ക് ചോദിക്കുന്ന മക്കളെയാണ് പലപ്പോഴും നാം കാണുന്നത്. എന്റെ പ്രിയ സഹോദരൻ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ അമ്മ എന്റെ ഗർഭപാത്രത്തിൽ 9-10 മാസത്തോളം ചുമന്നപ്പോൾ ഒരിക്കലും എന്റെ അമ്മ പരാതി പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ 9-10 മാസവും ഒരു പരാതിയില്ലാതെ, ഓ എന്റെ വയറ് വേദന എടുക്കുന്നു, എന്റെ ഉദരം വേദനിക്കുന്നു, ഇത് ഭാരമുള്ളതാണ്, എനിക്ക് പ്രസവിക്കാൻ പേടിയാണ് എന്നൊരിക്കലും എന്റെ അമ്മ പരാതി പറഞ്ഞിട്ടില്ല. സ്നേഹത്തോടെ ഒരു കുഞ്ഞിന് ഒരമ്മ ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ 9-10 മാസം ചുമക്കുവാനായിട്ട് 3 മാസം ഈ അമ്മ ചുമന്നിട്ട് ഇനി ഒരു 3 മാസം വേറൊരു അമ്മയ്ക്ക് ചുമക്കുവാൻ കൊടുക്കുന്നില്ല. സന്തോഷത്തോടുകൂടി ആ 10 മാസവും ഒരു പരാതിയും അനുഭവമില്ലാതെ തന്റെ മകളെ പ്രസവിച്ചുകൊണ്ട് ഈ അമ്മ സന്തോഷവതിയായി തീരുകയാണ് ചെയ്തത്. ഒരിക്കലും ഏതെങ്കിലും അമ്മമാര് അല്ലെങ്കിൽ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ടോ, നിന്നെ പ്രസവിച്ച് വളർത്തിയതിന് നിനക്ക് എന്ത് പ്രതിഫലമാണ് ഞങ്ങൾക്ക് തരുവാൻ സാധിക്കുന്നത്? ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിഫലം മക്കള് മാതാപിതാക്കൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കൊടുക്കാൻ സാധിക്കുന്നത്? എത്ര കാശ് കൊടുത്തുവാനും അത് തീരുന്ന ഒരു ജീവിതമാണോ അമ്മയുടെയും അപ്പന്റെയും ജീവിതം എന്നുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയ സഹോദരങ്ങളെ. സമൂഹത്തിന് മുമ്പില് അമ്മയെന്നും അപ്പനെന്നും പറയുവാനായിട്ട് നാം നാണക്കെടുന്നു. കാരണം എന്നെ പോലെ സൗന്ദര്യം എന്റെ അപ്പനും അമ്മയ്ക്കില്ല. മുടിയെല്ലാം നരച്ച്, മുടി നഷ്ടപ്പെട്ട്, ശരീരത്തിന്റെ ആ തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞു. അപ്പോൾ അവരെയൊക്കെ എന്റെ അപ്പനും അമ്മയുമാണെന്ന് പോലും മറ്റൊരു മുമ്പിൽ പറയുവാനായിട്ട് ഞാൻ മടി കാണിക്കുന്നു. എനിക്കറിയാം എന്റെ ഒരു പ്രിയ സഹോദരൻ സ്വന്തം അമ്മയ്ക്ക് പ്രായമുള്ളത് കൊണ്ട് അത് അമ്മൂമ്മയാണെന്ന് പോലും പറഞ്ഞ് മറ്റൊരു മുമ്പിലൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അത്രയ്ക്ക് പോലും സ്വന്തം അമ്മയെ താഴ്ത്തി കെട്ടുന്ന, ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത മക്കളുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുക. സ്നേഹന്റെ പ്രിയ സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. എന്റെ അപ്പനും അമ്മയ്ക്ക് 5 മക്കൾ, ഒരുപക്ഷെ അവർ 2 അല്ലെങ്കിൽ 3 മക്കൾ മതി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഭൂമുഖത്ത് ഒരു വൈദികനായിട്ട് പോലും ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ നൽകുവാനായിട്ട് ഈ ഭൂമിയിൽ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ആസ്വദിക്കുവാനായിട്ട് അവസരം ഒരുക്കി തന്നതും അതിനൊരു ഉപകരണമായിട്ട് മാറിയതും എന്റെ മാതാപിതാക്കളാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്റെ മാതാപിതാക്കളോടുള്ള ആ കടപ്പാട് എനിക്ക് വീട്ടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അവർ ജീവനുള്ളത്തോളം കാലം അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവർക്ക് നൽകേണ്ട സ്ഥാനം നൽകുക. ഇതാണ് എനിക്ക് എന്റെ മാതാപിതാക്കൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്ന ഒന്ന്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മാതാപിതാക്കളെയും, മക്കളുടെയും മരുമക്കളുടെയും പീഡനം അനുഭവിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അത് അമ്മായിയമ്മയും അമ്മായിയപ്പനും ആരുമായിക്കോട്ടെ, ഇതെന്റെ മാതാവും പിതാവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോട് പെരുമാറുവാനായിട്ട് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.